വിനോദമെന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാൽ പേടിപ്പെടുത്തുന്ന വിനോദങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഏർപ്പെടാവുന്ന ഒരുപാട് വിനോദങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. എന്നാൽ ഭയാനകമായ വിനോദങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയപ്പെടുത്തുന്ന, ഭീതി ഉണർത്തുന്ന ഒരുപാട് വിനോദങ്ങൾ നമ്മുടെ ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഭയാനകമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരുപാട് പേര് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഭയാനകമായ വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു വിനോദത്തിനെക്കുറിച്ചാണ്, അതായത് ഗെയിമിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ബ്ലഡി മേരി എന്ന പേര് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും. ചിലർക്കെങ്കിലും ഈ പേര് വളരെ സുപരിചിതമായി തോന്നിയേക്കാം. സ്കേറി ഗെയിംസിൽ ഉൾപ്പെടുത്താവുന്ന വളരെ വിചിത്രമായ ഒരു ഗെയിമിംഗ് പരിപാടിയാണ് ബ്ലഡി മേരി. ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതെ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് ചെറുതൊന്നുമല്ല. ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് വിചിത്രമായ രീതിയിൽ കളിക്കാവുന്ന ഒരു ഗെയിമിംഗ്, അതാണ് ബ്ലഡി മേരി. ബ്ലഡി മേരി എന്ന ആത്മാവിനെ വിളിച്ചുണർത്തി നമുക്ക് മുന്നിലേക്ക് വരുത്തുക എന്ന വിചിത്രമായ ഒരു ഗെയിമിംഗ്. ഓജോ ബോർഡ് എന്ന് നമ്മൾ പലരും കേട്ട് കാണും. നമുക്ക് സുപരിചിതമല്ലാത്തതാണെങ്കിൽ പോലും പല സിനിമയിലും പല കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഓജോ ബോർഡ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനോട് സാദൃശ്യപ്പെടുത്താവുന്ന ഒരു ഗെയിമിംഗ് തന്നെയാണ് ബ്ലഡി മേരി. എന്നാൽ പലർക്കുമുള്ളൊരു സംശയമാണ്, ആരാണ് ബ്ലഡി മേരി? ബ്ലഡി മേരി എന്ന ഈ ഒരു ഗെയിമിംഗ് പരിപാടി ആരാണ് കൊണ്ടുവന്നത്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ബ്ലഡി മേരി എന്ന കഥാപാത്രത്തെ നമ്മൾ അറിയണം. മേരി എന്ന ജീവിച്ചിരിക്കുന്ന പണ്ട് കാലത്തെ രാജ്ഞിയെപ്പറ്റി നമ്മൾ അറിയണം. അതിൻ്റെ ചരിത്രം അറിയണം. 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദുരൂഹമായൊരു കഥാപാത്രമാണ് ബ്ലഡി മേരി അഥവാ ക്വീൻ മേരി. 1516 ഇംഗ്ലണ്ടിൽ ഹെൻറി 8 മകളായി ജനനം. ഇംഗ്ലണ്ട് രാജകുടുംബ ചരിത്രത്തിലെ ആദ്യത്തെ റാണിയാണ് ബ്ലഡി മേരി അഥവാ ക്വീൻ മേരി. ബ്ലഡി മേരി എന്ന ക്വീൻ മേരിയുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എല്ലാവർക്കും DDയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ ഒരു ആൺകുഞ്ഞിനെ ആഗ്രഹിച്ച ഹെൻറി രാജാവിന് ലഭിച്ചത് പെൺകുഞ്ഞായിരുന്നു. ഇതിൽ വളരെ അസ്വസ്ഥനായ രാജാവ് ഭാര്യയെ ഉപേക്ഷിച്ച് വീണ്ടും വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം പുതിയൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ ആ വിവാഹബന്ധത്തിലും ഹെൻറി രാജാവിന് ലഭിച്ചത് മറ്റൊരു പെൺകുട്ടി തന്നെയായിരുന്നു. എലിസബത്ത് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. പക്ഷേ പെൺകുട്ടിയാണെങ്കിൽ പോലും രാജകിരീടം നൽകാൻ രാജാവ് തീരുമാനിച്ചു. മേരിയുടെ മാതാവുമായി വിവാഹബന്ധം വേർപെടുത്തിയതുകൊണ്ട് മേരിക്ക് രാജകിരീടം നൽകാൻ രാജാവ് തയ്യാറായില്ല. പകരം എലിസബത്തിന് രാജകിരീടം നൽകി കിരീടാവകാശിയായി തീരുമാനിച്ചു. പിതാവിൻ്റെ അവഗണനയും സൗന്ദര്യമില്ലായ്മയും പോരാത്തതിന് പൊതുജനങ്ങളുടെ കളിയാക്കലും മേരിയെ മാനസികമായി വല്ലാതെ തളർത്തി. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മേരി ഒരു കടുത്ത കത്തോലിക് വിശ്വാസി കൂടിയായിരുന്നു. ഒടുവിൽ ഒരു പകരം വീട്ടൽ എന്നതുപോലെ എലിസബത്തിനെ തള്ളിമാറ്റി മേരി ഇംഗ്ലണ്ടിൻ്റെ റാണിയായി മാറി. പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു. പൊതുജനങ്ങൾ മേരിയുടെ അധികാര പദവിയോട് എതിരായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് ഭരണം പങ്കിടാൻ പറ്റില്ലെന്നും അധികാരം പങ്കിടാൻ ഒരു പുരുഷൻ കൂടി വേണമെന്നും ജനങ്ങൾ വാദിച്ചു. അതിൻ്റെ ഫലമായി മേരി തന്നെക്കാൾ 10 വയസ്സിന് താഴെയുള്ള സ്പെയിൻ രാജാവ് ഫിലിപ്പ് 11 വിവാഹം ചെയ്തു. പക്ഷേ അവിടെയും മേരിക്ക് തോൽവി മാത്രമായിരുന്നു. ആ വിവാഹബന്ധം അധിക നാൾ നീണ്ടു നിന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഫിലിപ്പ് സൗന്ദര്യമില്ലാഞ്ഞിട്ടും മേരിയെ വിവാഹം ചെയ്തത് അവളുടെ സ്വത്ത് കണ്ട് മാത്രമായിരുന്നു. വിവാഹബന്ധം വേർപെട്ടതോടുകൂടി മേരി വീണ്ടും തളർന്നു. ഈ മാനസികാവസ്ഥയിൽ നിന്നും ജനങ്ങളുടെ പരിഹാസത്തിൽ നിന്നും കരകയറാൻ മേരി കണ്ടുപിടിച്ച ഒരേ ഒരു മാർഗം തനിക്ക് ഒരു ആൺകുഞ്ഞ് ഉണ്ടാവുക എന്നത് മാത്രമായിരുന്നു. അതിന് മേരി കണ്ടുപിടിച്ച ഒരു മാർഗം താൻ ഒരു ഗർഭിണിയാണെന്ന് എല്ലാവരെയും അറിയിക്കുക എന്നത് മാത്രമായിരുന്നു. പെട്ടെന്നൊരു നാൾ മേരി ഗർഭിണിയാണെന്ന് രാജ്യം അറിയുന്നു.
ജനങ്ങൾ രാജകുമാരനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഗർഭിണി ആണെന്നുള്ള വാർത്ത ജനങ്ങൾ അറിഞ്ഞതോടുകൂടി ഈ അംഗീകാരം മേരിക്ക് മെല്ലെ മെല്ലെ കിട്ടിത്തുടങ്ങി. പക്ഷേ മറ്റൊരു കാര്യം, ഈ ഗർഭാവസ്ഥ മേരിയുടെ വെറും സാങ്കല്പിക ചിന്ത മാത്രമായിരുന്നു. മേരിയുടെ തീവ്രമായ ആഗ്രഹത്തെ ശരീരം റിയാക്ട് ചെയ്യുകയായിരുന്നു. അതായത് മേരി തീവ്രമായി ഗർഭം ആഗ്രഹിച്ചതോടുകൂടി മേരിയുടെ ശരീരം തൻ്റെ ശരീരത്തെ ഗർഭമാക്കി മാറ്റുകയായിരുന്നു. അക്കാലത്ത് ഇംഗ്ലണ്ടിൽ വിചിത്രമായ മറ്റൊരു ആചാരമുണ്ടായിരുന്നു. രാജകുടുംബത്തിലെ സ്ത്രീകൾ ഗർഭാവസ്ഥയുടെ അവസാന കാലത്ത് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടുന്ന ഒരു സംസ്കാരം ഇംഗ്ലണ്ടിൽ ആ സമയത്ത് പതിവായിരുന്നു. മേരി തിരഞ്ഞെടുത്ത ആ മുറിയിൽ ഒരു മെഴുകുതിരിയും കണ്ണാടിയും മാത്രമായിരുന്നു ഉണ്ടായത്. മറ്റ് യാതൊരു വസ്തുവും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയി. എന്നിട്ടും മേരി പ്രസവിച്ചിട്ടില്ല. അങ്ങനെ മുറിവിട്ടിറങ്ങിയ മേരിയെ വീണ്ടും ജനങ്ങളും രാജകുടുംബത്തിലെ മറ്റു ആൾക്കാരും ഒളിഞ്ഞും മറിഞ്ഞും വീണ്ടും പരിഹസിക്കാൻ തുടങ്ങി. കത്തോലിക് വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരാണ് തനിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നതെന്ന് മേരി സ്വയം വിശ്വസിച്ചു. അത് മേരിയിൽ കടുത്ത വിദ്വേഷം തന്നെ ജനിപ്പിച്ചു. അതിൻ്റെ ഫലമാണെന്നോണം പൊതുസ്ഥലത്ത് വലിയൊരു ജനാവലിയെ സാക്ഷിയാക്കി 300ഓളം മതവിരുദ്ധരെ അഗ്നിക്കിരയാക്കി മേരി പകവീട്ടി. ഇതോടുകൂടി മേരിക്ക് ആൾക്കാർ മറ്റൊരു പേര് കൊടുക്കുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ബ്ലഡി മേരി എന്ന് തന്നെ. ഈ ഒരു സംഭവത്തോടുകൂടി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത കടുത്ത ദുഃഖത്തിലും ബ്ലഡി മേരി എന്ന് തനിക്ക് കിട്ടിയ വിളിപ്പേരിലും മനം നൊന്ത് മേരി 1558 അതായത് തൻ്റെ 42-ാം വയസ്സിൽ മരണമടഞ്ഞു. ഇതോടെ ഹെൻറി 8-ാമൻ്റെ 2ാം ഭാര്യയിലുണ്ടായ എലിസബത്ത് റാണിയായി അധികാരമേറ്റു. ക്വീൻ മേരിയെക്കുറിച്ച് പകയോടെ സംസാരിച്ചവർക്കൊക്കെ ദാരുണമായ അന്ത്യമായിരുന്നു ഫലം. അവർക്കൊക്കെ ഓരോരോ ദുരനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി. അവർ ദാരുണമായി മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നവരെ മേരി കൊലപ്പെടുത്തുന്നതായി കഥകൾ പ്രചരിച്ചു തുടങ്ങി. ആൾക്കാർ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാൻ പേടിച്ചു തുടങ്ങുന്ന ഒരു കാലം വന്നു തുടങ്ങി. മരണപ്പെട്ടവരുടെ ഓരോ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും കണ്ണാടിക്ക് മുന്നിൽ വെച്ചാണ് മരണപ്പെട്ടത്. ഈ ഒരു സംഭവത്തോടു കൂടി ആൾക്കാർ കണ്ണാടിയെ ഭയക്കാൻ തുടങ്ങി. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാൻ പോലും ആൾക്കാർ ഭയപ്പെട്ടു തുടങ്ങി. അതോടുകൂടി ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു വിശ്വാസം കൂടി വന്നു ചേർന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ബ്ലഡി മേരി എന്ന് 3 തവണ വിളിച്ചാൽ മേരി തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. ആ വിശ്വാസം ഇന്നും പിന്തുടരുന്നു എന്നതാണ് വിചിത്രമായ ഒരു കാര്യം. 500 വർഷങ്ങളേറെയായുള്ള ഈ വിശ്വാസത്തിന് ഇന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഒരു വിചിത്രമായ ആചാരത്തെ ആൾക്കാർ പിന്തുടരുന്നു, വിശ്വസിക്കുന്നു എന്ന് വേണം കരുതാൻ. ക്വീൻ മേരിയുടെ ആത്മാവ് ബ്ലഡി മേരിയായി ഇന്നും രൂപമെടുത്ത് ഇംഗ്ലണ്ടിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതായത് ഈ വിചിത്രമായ ആചാരം ഇന്നും ആൾക്കാർ പിന്തുടരുന്നു. ബ്ലഡി മേരി എന്ന ഈ ഒരു ഗെയിമിംഗ് പരിപാടിയിൽ, അതായത് വിനോദ പരിപാടിയിൽ ഇന്നും ആൾക്കാർ പങ്കെടുക്കുന്നു എന്നതാണ് മറ്റൊരു വിചിത്രത. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇതിന് പിറകെ നടന്ന് വിശ്വസിക്കുന്നു എന്നത് മറ്റൊരു കാര്യം. എന്നാലും ഭയപ്പെട്ടിരുന്ന ഈ ഒരു ഗെയിമിങ്ങിനെ ഇത്രത്തോളം പിന്തുടരുന്ന ആ നാട്ടിലെ ജനങ്ങളുടെ ധീരതയെ നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഭയപ്പാടൊന്നുമില്ലാതെ ഒരു മെഴുകുതിരി വെളിച്ചത്തിൻ്റെ നാളത്തിൽ ഒറ്റയ്ക്ക് ഒരു ഇരുട്ട് മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക, ബ്ലഡി മേരി എന്ന് 3 തവണ ഉരിയാടുക, ഉച്ചത്തിൽ വിളിക്കുക. മറ്റൊന്നും സംഭവിക്കില്ല. ചോര പുരണ്ട കൈകളോടും കണ്ണിൽ നിന്ന് ചോരയൊലിച്ചു നിൽക്കുന്ന ഒരു രൂപത്തോടും കൂടി ബ്ലഡി മേരി നിങ്ങളുടെ പിറകിൽ പ്രത്യക്ഷപ്പെടും. കഥയല്ല, സംഭവിച്ച കാര്യമാണെന്ന് ഇംഗ്ലണ്ടിലെ ആ നാട്ടിലെ ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു, പുലമ്പിപ്പോകുന്നു. ഈ ഒരു വിനോദ പരിപാടിയിൽ ഗെയിമിങ്ങിൽ പങ്കെടുത്ത പലർക്കും ഭ്രാന്തമായ ചിന്താഗതികളോടുകൂടി ഇന്നും ആശുപത്രിയിൽ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സത്യം. ഇവർക്ക് മാനസികമായി എങ്ങനെ തളർച്ച അനുഭവപ്പെട്ടു? പല രീതിയിലും രൂപങ്ങളോടും കൂടി മേരിയെ കണ്ടവർ ഇന്നും ജീവിച്ചിരിപ്പില്ല.
ജീവിച്ചിരിക്കുന്നവരാവട്ടെ ഇന്നും മാനസികമായ തളർന്ന അവസ്ഥയിലാണ്. പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഈ ഒരു ഗെയിമിംഗ് പരിപാടി ഈ ഒരു 21-ാം നൂറ്റാണ്ടിലും ആൾക്കാർ പിന്തുടരുന്നു എന്നത് മറ്റൊരു വിചിത്രമായ കാര്യമാണ്. ബ്ലഡി മേരി മാത്രമല്ല, ഒരുപാട് ഭയപ്പെടുത്തുന്ന ഗെയിമിംഗ് രീതിയും വിനോദ പരിപാടികൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബ്ലഡി മേരിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഥവാ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ കമൻറ്റ്